ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കണവ കൂന്തലേ, ഇത് 1 കിലോ ഉണ്ടേ. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇത് ഒരു നല്ലൊരു റെസിപ്പിയാണ്. നമുക്കതുണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് ഈ കണവ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പേ. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, കാര്യം കണവയിൽ നിന്ന് വെള്ളം വരും, കണവയ്ക്ക് അധികം വേവില്ല. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിക്കാം, നമുക്ക് സ്റ്റൗ കത്തിക്കേ. ഇങ്ങോട്ട് കണവ വെച്ച് കൊടുക്കാം, ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇത് ഒരു മീഡിയം തീയിലിരുന്ന് വേവട്ടെ, ഒരു 6-7 മിനിറ്റ് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇത് മസാല ഉണ്ടാക്കാം. നമ്മുടെ കണവ തിളച്ചോന്ന് നോക്കേ. എന്താ, കണവയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, തിളച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തിളച്ചിട്ടേ ഉള്ളേ. ഇനി ഒന്ന് വേവട്ടെ. തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്തേക്കേ. നമ്മുടെ കണവ നോക്കേ. എന്താ, അതിനകത്തുള്ള വെള്ളം കറക്റ്റ് 10 മിനിറ്റ് ആയിപ്പേ. കണവ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കേ. ഒരു കടായി വെക്കാം, ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ പാത്രം ചൂടാവട്ടെ. നമുക്ക് ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇത് റിഫൈൻഡ് ഓയിലാണേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ചെറിയ ഉള്ളിയാണേ, ഒരു 10-20 ഉള്ളിയുണ്ട്, അത് 2ആയിട്ട് മുറിച്ചിട്ട്. സാമ്പാർ ഉള്ളിയാണേ. ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കേ. ഒത്തിരി മൊരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്താ, ഇനി ഇതിലോട്ട് ഇതിപ്പോൾ ചെറിയ ഉള്ളിയാണേ, ഇതിന് പകരം സവാള ഇട്ട് കൊടുക്കേ. സവാള ആണെങ്കിൽ 2 വലിയ സവാള. ഇനി ഇതിലോട്ട് ഒരു ഇടത്തര ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ ഒരു വലിയ പൂണ്ട് വെളുത്തുള്ളി അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ ഒരു 4 പച്ചമുളക് അതും ഗ്രേറ്റ് ചെയ്തേ, അത് ഇട്ട് കൊടുത്ത്. ഇത് ഒന്ന് വഴന്ന് വരട്ടെ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാത്തത് അതങ്ങ് വഴന്ന് ഒരുമാതിരി അങ്ങ് ഫ്രൈ ആയിപ്പോൾ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതെ. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഇതൊന്നും മാറത്തില്ല. അതിൻ്റെ ആ മണവും ആ പച്ച മണമൊന്നും മാറിക്കിട്ടും, അത് മാത്രം മതി. ഇത്തിരി അങ്ങ് മൊരിഞ്ഞൊന്നും പോകണ്ട. ഇനി തീ ഒന്ന് കുറയ്ക്കേ. ഇപ്പോൾ ഫുള്ള് കിടക്കുന്ന മീഡിയത്തിലും താഴെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിലോട്ട്
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഞാൻ തീരെ സിമ്മിലാക്കി ഇട്ടേക്കാണേ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ തീ സിമ്മിലിട്ടേക്കാണ്. അവിടെ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതിനകത്ത് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തേ. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ തന്നെ. ഇത് മിക്സ് ചെയ്തത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ഉള്ളിയുടെ കൂട്ടിലോട്ട്. ഇതോട്ടിരിക്കട്ടെ. നമ്മുടെ ഉള്ളി നോക്കാം. ഉള്ളിയൊക്കെ നല്ല വഴന്ന് കിടക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കൂട്ട് മിക്സ് ചെയ്തത് പിടിപ്പോണ്ടേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ കൂട്ടില്ലേ സോസിൻ്റെയൊക്കെ അത് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ള ഈ സോസിലൊക്കെ ഉപ്പുണ്ടേ. പിന്നെ ഇതിന് മാത്രം ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം. ഇനി ഇതിലോട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. 1-2 മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ. ചെറിയ തീയിലാണ് കിടക്കുന്നത്. ഇനി ശകലം വെള്ളം ഇതിലൊഴിക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. തീ കുറച്ച് കൊടുക്കാം. നമ്മുടെ കണവ നോക്കേ. 1 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ ഈ വെള്ളം ചൂടാക്കാൻ വെച്ചില്ലേ, അതിൻ്റെ ഗ്യാസ് ഓഫാക്കി വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെള്ളം മതി. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം.
ഇനി ഇതിലോട്ട് തീ ഒന്ന് ശകലം കൂട്ടെ, ഒരു മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇനി ഇപ്പം വേണം ഇതിൻ്റെ ഉപ്പ് നോക്കാൻ. കാര്യം സോസിനൊക്കെ ഉപ്പുള്ളതല്ലേ, കാരണം ശക്കല ഉപ്പിട്ട് വേവിച്ചതോ ഞാൻ. ഒന്ന് ഉപ്പ് നോക്കാം. ഉണ്ട്, എന്നാലും ഒരു ശകലവും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. മതിയേ. നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കവർ ചെയ്യുക. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അധികം ഇടണ്ട, 1 മിനിറ്റ് ഇരുന്നാൽ മതി. കണവ നോക്കേ, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഇളക്കി നോക്കട്ടെ. കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. നമ്മുടെ കറി നോക്കേ. നല്ല മണം. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേ. ഒന്ന് മിക്സ് ചെയ്യുക ആദ്യമേ. ഓക്കെ, എന്ത് ഈസി ആയിട്ടുള്ള റെസിപ്പിയേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ പറ്റിയൊരു കറിയാണേ. ഓക്കെ, നമ്മുടെ കണവ റോസ്റ്റ് റെഡി. കണവ പല രീതിയിൽ വെക്കേ. ഇനി കണവ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കേ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കണവ റോസ്റ്റേ, സോസ് റോസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.